മഹാസമുദ്രത്തിലെ ആ ഷൂട്ടിങ്ങിൽ അല്ലെങ്കിൽ അതിൽ ചെയ്ത സീക്വൻസുകളിൽ മനസ്സിന് സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. അല്ല, അതിൻ്റെ ആ സിനിമ ഞാൻ ജീവിതത്തിൽ മറക്കില്ലല്ലോ. എനിക്ക് എന്നെപ്പോലെ വളരെ ലേമാനായ ഒരു മനുഷ്യന്, വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പം അതിൻ്റെ ഓരോ ദിവസത്തെയും നമ്മളിങ്ങനെ അനുഭവങ്ങൾ പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ട അനുഭവങ്ങൾ. പിന്നെ തീർച്ചയായും സിനിമയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അതിൽ മറക്കാൻ പറ്റുന്ന ഒരുപക്ഷെ എനിക്കൊന്ന് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ കൗതുകം ഉണ്ടാകാവുന്നൊരു കാര്യവും, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ സിനിമക്കാരനല്ല, ഇപ്പോഴും വലിയ ബന്ധങ്ങളില്ല, പക്ഷെ എനിക്ക് കൗതുകം ഉണ്ടാക്കിയ ഒരു സാധനം സാക്ഷാൽ മോഹൻലാലിനെ കുറിച്ച് പറയാനുള്ള ഒരു സാധനമുണ്ട്. അത് ഇങ്ങനെയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനെ അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ കൂടി അത് കടലിനകത്താണ് ഷൂട്ടിങ്. കടലിനകത്ത് ഉള്ള ഒരുപാട് കടലിൻ്റെ ഒരു എന്താ പറയുന്നത്, പുറം കടലെന്നോ ഉൾക്കടൽ അങ്ങ് പറയില്ല, അവിടെ നിന്ന് കടൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ കടലിനകത്ത് ഏകദേശം 2-3 കിലോമീറ്റർ അകലെ പോയിട്ടാണ് അതിനകത്ത് പ്രധാനപ്പെട്ട 1-2 സീനുകൾ, എസ്പെഷ്യലി അതിൻ്റെ ഇൻ്റർവെൽ പഞ്ച് വരുന്നൊരു സീനാണ്. അപ്പോൾ അത് ഈ വള്ളത്തിൽ നിന്ന് കടലിലേക്ക് ചാടുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കഥാപാത്രം, ഇസഹാക്ക് എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ ചെയ്യണം. അപ്പോൾ അവിടെ നമ്മളൊരു 10-16 പേരോ ഒറ്റ ഒരു ബോട്ടിൽ ഷൂട്ട് ചെയ്യാനുണ്ട്. ഒരു വള്ളം ചെറുതായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ബോട്ടുമായിട്ടുള്ളതേ ഉള്ളൂ, യാതൊരു സെക്യൂരിറ്റിയും ഇല്ല. അപ്പോൾ അവിടെ കടലിൽ ചാടുക എന്ന് പറയുന്നൊരു സാധനത്തിനകത്ത് ഞാൻ ഉൾപ്പെടെ എല്ലാവരോടും ലാൽ സാറിനോടും നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് സാർ എന്ന് പറയുന്നുണ്ട്. കാര്യം ആളില്ല, സേഫ്റ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല. മലയാളത്തിലൊരു മഹാനടനാണ്, അങ്ങനെ കടലിൽ ചാടി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ഓർക്കാം. അതെ, പക്ഷെ എന്താ സംബന്ധിച്ചാൽ ഷോട്ടിൽ ഇദ്ദേഹം എടുത്ത് ചാടി പറഞ്ഞു. അതെനിക്കറിയില്ല, പക്ഷെ ഒരു മനുഷ്യന് ഞാൻ ഏങ്ങിപ്പോയെന്നുള്ളതാണ്. അദ്ദേഹം ഷോട്ടിന് ആവശ്യമുള്ളതിന് വേണ്ടി ഈ നടുക്കടലിൽ യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇടങ്ങി ചാടുക എന്ന് പറഞ്ഞാൽ ആർക്കും രക്ഷിക്കാനുള്ള കഴിവുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഇടയിനകത്ത് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു നമ്മൾ ചില ഇതിട്ട് അദ്ദേഹം നീണ്ടു നിന്നു. അതിൻ്റെ കാലിബർ ഉണ്ടായിരുന്നു, വിൽ പവർ ഉണ്ടായിരുന്നു, ഡെഡിക്കേഷനാണ് അതാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു സൂപ്പർ സ്റ്റാറും ഇത്രയും സേഫ്റ്റി ഇല്ലാതെ അല്ലാതെ ചാടും. ഇപ്പൊ ആൾക്കാർ ഡൈവേഴ്സ് അതുപോലെ ഒരു 10 ലൈഫ് ഗാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെയൊന്നും അത് എനിക്ക് ജീവിതത്തിൽ ആ മനുഷ്യനെടുക്കുന്ന പിന്നെ അതുപോലെ തന്നെ അമ്പിളിച്ചേട്ടനെ നമുക്ക് ഓർമ്മിക്കാൻ അമ്പിളിച്ചേട്ടന് നല്ലൊരു പവർഫുൾ ക്യാരക്ടറായിരുന്നു. പള്ളിയിലച്ഛൻ, അതേ ഒരുപാട് പള്ളിയിലച്ഛന്മാർ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു വേറെ ട്രാക്ക് ഉള്ളൊരു സാധനം. അദ്ദേഹത്തിന്റെ ഒരു സംരക്ഷണത്തിലാണ് പ്രധാന കഥാപാത്രം. അദ്ദേഹം അതിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് സെമി വില്ലനിയുള്ള രീതിയിൽ, വളരെ ട്വിസ്റ്റുകളുള്ള രീതിയിലാണ് എൻ്റെ രണ്ടാമത്തെ സിനിമയായ സഹസ്രത്തിൽ അതിലും ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് നിൽക്കുകയും പക്ഷേ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകളെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത വില്ലനി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ഡ്യുവൽ ഇൻഡിവിജ്വാലിറ്റി ഉള്ള ക്യാരക്ടറായിട്ടുള്ള അദ്ദേഹം അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അറിയാമല്ലോ, ചാനലിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.